നമസ്കാരം. സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ക്വിക്ക് റിവിഷൻ വീഡിയോസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ സെക്കൻഡ് ചാപ്റ്റർ പെർഫോമൻസ് മെഷർമെന്റ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ്. അതിലെ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ആണ് നോക്കുന്നത്. ആദ്യം കോസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് നോക്കാം. കോസ്റ്റ് യൂണിറ്റ്. എ കോസ്റ്റ് യൂണിറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി യൂസ്ഡ് ടു ഡിറ്റർമൈൻ ഓർ എക്സ്പ്രസ് കോസ്റ്റ്. ഒരു കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടോ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ദ സെലക്ഷൻ ഓഫ് എ കോസ്റ്റ് യൂണിറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അലോക്കേറ്റിംഗ് എക്സ്പെൻഡിച്ചർ ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ്. The Chartered Institute of Management Accountants (CIMA) define a cost unit as a convenient quantity for allocation. Example of cost unit include bricks per 1000, printing per 1000 impressions, screw per 1000, pencil per dozen, telephone services and petrol. അതായത് ഒരു കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന, അതിനെ എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടേമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോസ്റ്റ് യൂണിറ്റ് സാധാരണയായിട്ട് നമുക്ക് എക്സാമ്പിൾസ് അറിയാം. ഒരു ഡസണിനായിരിക്കും ചിലപ്പോൾ നമ്മൾ വില, ഒരു മിനിറ്റിന് ഇത്ര രൂപ. അല്ല, ടെലിഫോണിനാണെങ്കിൽ നമ്മൾ ടെലിഫോണിന്റെ കോസ്റ്റ് നമ്മൾ ഒരു മിനിറ്റിനായിരിക്കും കണ്ടുപിടിക്കുന്നത്, അല്ലെ? ഒരു മിനിറ്റിന് അല്ലെങ്കിൽ ഒരു കോളിന് ഇത്ര രൂപ, ഒരു ലിറ്ററിന് പെട്രോളിന്റെ പൈസ, ആ രീതിയിലാണ് നമ്മൾ. അപ്പോൾ അവിടെ ഒരു ലിറ്റർ ആണ് എന്താ അവിടുത്തെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് കോമ്പോസിറ്റ് കോസ്റ്റ്. കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്നുള്ളതാണ്. A composite cost unit is a combination of two or more variables used to measure cost. Example include 10 mile for Hulk companies, patient days for hospital, passenger miles for public transport companies, and guest days for hotel services. These units capture the interplay of multiple factors in determining cost for specific services or activities. അപ്പോൾ കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു സിംഗിൾ യൂണിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല. ഓക്കെ, ഒന്നോ അതിലധികമോ യൂണിറ്റുകൾ ചേർന്നിട്ട് ആണ് നമ്മളവിടെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, കോസ്റ്റ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹോട്ടലിന്റെ ഒരു കോസ്റ്റ് നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയായിരിക്കും? ഗസ്റ്റ് ഡേയ്സ്, അല്ലെ? എത്ര ഗസ്റ്റ് എത്ര ദിവസം താമസിച്ചു, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ ആ ഒരു കോസ്റ്റ് നിശ്ചയിക്കുക. ഓക്കെ, ഹോസ്പിറ്റലിൽ പേഷ്യന്റ് 4 days, അല്ലെ? പേഷ്യന്റ് എത്ര ദിവസം, ആ അടിസ്ഥാനത്തിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ട് യൂണിറ്റുകൾ വരുമ്പോൾ അതിനെ എന്ത് വിളിക്കും? രണ്ടോ അതിലധികം യൂണിറ്റുകൾ വരുമ്പോൾ അതിനെ കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയും. ഇതിനടുത്തത് കോസ്റ്റ് ഒബ്ജക്റ്റ്. എ കോസ്റ്റ് ഒബ്ജക്റ്റ് ഈസ് എനിത്തിങ് ഫോർ വിച്ച് എ കോസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓർ ഇൻകേർഡ്. ഒരു കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോസ്റ്റ് ഇൻകർ ചെയ്യുന്ന എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയാം. എക്സാമ്പിൾ എന്താണ്? നമ്മുടെ പ്രൊഡക്റ്റ് ആവാം, സർവീസസ് ആവാം, പ്രൊജക്റ്റ് ആവാം, ഡിപ്പാർട്ട്മെന്റ് ആവാം. എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഓക്കെ, then cost object help in determining cost, making pricing decisions and evaluating profitability. then അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ആ ചാപ്റ്റർ അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ്. കോസ്റ്റ് ക്ലാസിഫിക്കേഷൻസ് പല തരത്തിലുണ്ട്. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു എലമെന്റ് അടിസ്ഥാനത്തിൽ മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ് എന്ന് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ദീസ് എലമെന്റ്സ് ടു ഡിറ്റർമൈൻ ദെയർ കോൺട്രിബ്യൂഷൻ ടു ദി ടോട്ടൽ കോസ്റ്റ്. അതായത് എന്താണ് ടോട്ടൽ കോസ്റ്റിൽ ഇതിന്റെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഈ മൂന്ന് എലമെന്റുകൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, മേജർ എലമെന്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ് ആണ് എന്ത് ഒരു പ്രൊഡക്റ്റിലെ മേജർ എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ട് കോസ്റ്റ് ആൻഡ് ഇൻഡയറക്ട് കോസ്റ്റ് എന്ന് പറയുന്നു. ഡയറക്ട് കോസ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. ഒരു പ്രൊഡക്റ്റിലെ ഡയറക്ട്ലി ഐഡന്റിഫയബിൾ ആയിട്ടുള്ള കോസ്റ്റിനെ വിളിക്കുന്നവരാണ് ഡയറക്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡയറക്ട് കോസ്റ്റ് ആർ നോട്ട് ഡയറക്ട്ലി ഐഡന്റിഫയബിൾ. ദെൻ direct and indirect material, direct and indirect labor, indirect expenses classified based on their identifiability. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ സർവീസസിൽ അതിന്റെ ഐഡന്റിഫയബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്നുള്ള ഒരു കാറ്റഗറി വരുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ബിഹേവിയർ. ഫിക്സ്ഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് ആൻഡ് സെമി വേരിയബിൾ കോസ്റ്റ് എന്നുള്ളതാണ് ബിഹേവിയറുടെ അടിസ്ഥാനത്തിലുള്ള മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫിക്സ്ഡ് കോസ്റ്റ് റിമെയിൻ ദി സെയിം റിഗാർഡ്ലെസ് ഓഫ് പ്രൊഡക്ഷൻ വോളിയം. Variable cost change proportionally with production volume. Semi-variable cost have characteristics of both fixed and variable cost. പിന്നെ അടുത്ത മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ. ഫംഗ്ഷൻസ് അടിസ്ഥാനത്തിൽ നമുക്കറിയാം കോസ്റ്റിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് എന്നിങ്ങനെ ഫംഗ്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ടൈം. ടൈമിന്റെ അടിസ്ഥാനത്തിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ
കോസ്റ്റ് സെന്റർ അടുത്ത മെയിൻ ടോപ്പിക് ആ ചാപ്റ്ററിൽ വരുന്ന വേറെ ടോപ്പിക് ആണ് കോസ്റ്റ് സെന്റർ. എന്താണ് കോസ്റ്റ് സെന്റർ എന്നുള്ളത്? ഓക്കെ, സ്മോളസ്റ്റ് ഓർഗനൈസേഷൻ സബ് യൂണിറ്റ് ഫോർ കോസ്റ്റ് അലോക്കേഷൻ. ഒരു കോസ്റ്റ് അലോക്കേഷന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനകത്തുള്ള ഒരു സ്മോളസ്റ്റ് സബ് യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോസ്റ്റ് സെന്റർ എന്നുള്ളത്. റെപ്രസെന്റ് എ ലൊക്കേഷൻ, പേഴ്സൺ ഓർ എക്യുപ്മെന്റ്. ഇൻകർ കോസ്റ്റ് ആൻഡ് എയ്ഡ് ഇൻ കോസ്റ്റ് കൺട്രോൾ. എക്സാമ്പിൾസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. ഇതൊക്കെയാണ് കോസ്റ്റ് സെന്ററിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ദെൻ പ്രോഫിറ്റ് സെന്റർ അടുത്തതായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ് പ്രോഫിറ്റ് സെന്റർ? സബ് യൂണിറ്റ് വിത്ത് അസൈൻഡ് റവന്യൂ ആൻഡ് കോസ്റ്റ്. റവന്യൂവും കോസ്റ്റും ജനറേറ്റ് ചെയ്യുന്ന ഒരു സബ് യൂണിറ്റ് ആണ് എന്ത്? പ്രോഫിറ്റ് സെന്റർ എന്ന് പറയുന്നത്. ദെൻ ഇവാലുവേറ്റ് സെഗ്മെന്റൽ ആൻഡ് മാനേജറിയൽ പെർഫോമൻസ്. മെഷർ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ബഡ്ജറ്റഡ് പ്രോഫിറ്റ്സ്. യൂസ്ഡ് ഫോർ പെർഫോമൻസ് ഇവാലുവേഷൻ. എക്സാമ്പിൾസ് കോസ്റ്റ് സെന്ററിന്റെ എക്സാമ്പിൾസ് പറയുന്നത് ഡിവിഷൻ ഓഫ് എൻ ഓർഗനൈസേഷൻ. ദെൻ ഇൻവെസ്റ്റ്മെന്റ് സെന്റർ റെസ്പോൺസിബിൾ ഫോർ കോസ്റ്റ്, റവന്യൂ ആൻഡ് ക്യാപിറ്റൽ അലോക്കേഷൻ. അപ്പോൾ നേരത്തെ പ്രോഫിറ്റ് സെന്ററിൽ റവന്യൂ കോസ്റ്റ് വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് സെന്ററിൽ കോസ്റ്റും റവന്യൂ ക്യാപിറ്റൽ അലോക്കേഷനും കൂടി വരുന്നുണ്ട്. ദെൻ മേക്ക് റിസോഴ്സ് ഫണ്ടിങ് ഡിസിഷൻസ്. ലാർജ് ടൈപ്പ് ഓഫ് റെസ്പോൺസിബിലിറ്റി സെന്റർ. ഒരു പ്രോഫിറ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ടൈപ്പ് ഓഫ് റെസ്പോൺസിബിലിറ്റി സെന്റർ ആണ്. ദെൻ പെർഫോമൻസ് മെട്രിക്സ് ഡിഫർ ഫ്രം പ്രോഫിറ്റ് ആൻഡ് കോസ്റ്റ് സെന്റർ. Considered in the context of the organization's reporting structure. Then അടുത്തത് കോസ്റ്റിംഗ് സിസ്റ്റം ആണ്. കോസ്റ്റിംഗ് സിസ്റ്റംസ് ഒരു താഴെ കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട കോസ്റ്റിംഗ് സിസ്റ്റംസ്. ഒന്ന് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്? 3 പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? കോസ്റ്റ് അസൈറ്റൈൻഡ് ആഫ്റ്റർ ബീങ് ഇൻകേർഡ്. ദെൻ യൂസ്ഫുൾ ഫോർ പോസ്റ്റ്മോർട്ടം കോസ്റ്റ് അനാലിസിസ് ആൻഡ് ട്രെൻഡ് ഐഡന്റിഫിക്കേഷൻ. നോട്ട് ഐഡിയൽ ഫോർ കോസ്റ്റ് കൺട്രോൾ ബട്ട് ഹെൽപ്ഫുൾ for future cost estimation. Then absorption costing വേറൊരു കോസ്റ്റിംഗ് സിസ്റ്റം ആണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് സിസ്റ്റം. എന്താണത്? ഓൾ ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് അബ്സോർബ്ഡ് ഇൻ ദി പ്രൊഡക്റ്റ് യൂണിറ്റ്. ആ ഒരു കൺസെപ്റ്റ് ആണത്. ദെൻ കോസ്റ്റ് ചാർജ് ടു കോസ്റ്റ് യൂണിറ്റ് ഓർ കോസ്റ്റ് സെന്റേഴ്സ്. അടുത്തൊരു കോസ്റ്റ് സിസ്റ്റം ആണ് ഡയറക്റ്റ് കോസ്റ്റിംഗ്. കൺസിഡർ ഓൺലി വേരിയബിൾ കോസ്റ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. എക്സ്ക്ലൂഡ് ഫിക്സ്ഡ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് സ്പെസിഫിക് ടൈം പീരീഡ്സ്. Useful for short-term decisions, but not recommended for long-term decisions. Then next, marginal costing system. എന്താണ്? Only variable cost charged to product. Fixed cost written off the costing profit and loss account. Fixed cost not included in inventories valued at marginal cost. The next is standard costing. Predetermined cost for material, labor and overheads. Benchmark for performance comparison. Then variance adverse or favorable indicate the deviations from standards. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ തന്നിട്ട് എല്ലാം നമ്മൾ ഇവിടെ ആ ഒരു ചാപ്റ്ററിനെ എന്താണ് മെമ്മറൈസ് ചെയ്യാനുള്ള ഹിന്റുകൾ നൽകിക്കൊണ്ടാണ് ഞാൻ ഈ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ഈ എക്സാം തലേ ദിവസങ്ങളിലൊക്കെ ഈ ഹിന്റുകൾ, അതായത് നമുക്ക് റിവൈൻഡ് ചെയ്തെടുക്കാനുള്ള പോയിന്റുകളാണ്. ഇത്രയും പോയിന്റുകൾ മിനിമം നിങ്ങൾ ഇതിനെക്കുറിച്ച് എഴുതുമ്പോൾ നിങ്ങളുടെ നോട്ടിൽ നിങ്ങളുടെ എക്സാം പേപ്പറിൽ ഉണ്ടായിരിക്കണം ഇതിനെക്കുറിച്ച് എഴുതുന്ന സമയത്ത്. ഓക്കെ, ദെൻ യൂണിഫോം കോസ്റ്റിംഗ്. അഡോപ്ഷൻ ഓഫ് ഐഡന്റിക്കൽ കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയേഴ്സ് agreed upon multiple unit or undertakings in the same industry. Facilitate valid comparison and help eliminate inefficiencies. Then cost classification, nature of production process അടിസ്ഥാനത്തിൽ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ബാച്ച് കോസ്റ്റ്. എന്താണ് ബാച്ച് കോസ്റ്റ്? യൂസ്ഡ് ഇൻ ഫേംസ് വിത്ത് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ. കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഉള്ള ഫേമുകളാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈച്ച് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഈസ് യൂണിഫോം. ദെൻ പ്രൊഡക്ഷൻ മെയ്ഡ് ഇൻ anticipation of demand. Example, television, air conditioner, washing machine, etc. Then process cost. Used in continuous production process. Input travel through sequential process. Output of one process become input of next. Example, sugar, chemical, edible oil. Then operation cost. Determine cost of each operation in the production process. Allow computation of unit operation cost. Cost divided by total output of unit. Focus on individual operations rather than overall process. The next thing, operating cost. Used in the service sector. Determine cost of services offered. Example, hospitals, power generation, transportation. Cost sheet prepared and divided by cost unit. Operating cost. Then contract cost. Used in the construction industry. Determine cost of a specific contract. Long duration of contract completion,
profit calculation based on defined methods. The next, joint cost. Cost of processing a production input resulting in joint product. Joint cost allocated up to the split off point. Not traced to specific product but assigned to all joint product as a group. Various method for apportioning joint cost to joint product. The next, classification of cost based on behavior. Behavior അടിസ്ഥാനത്തിൽ classification നമ്മൾ already പറഞ്ഞിട്ടുണ്ടായിരുന്നു. Variable cost, fixed cost, semi variable cost, then committed fixed cost, discretionary fixed cost, engineered cost, and capacity cost and programmed cost എന്നിങ്ങനെ അതിനെ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ബേസ്ഡ് ഓൺ ബിഹേവിയർ? നോട്ട്സ് ഞാൻ ഈ വീഡിയോയുടെ ലിങ്കിൽ കൊടുക്കാം. നിങ്ങൾ ഇത് ഞാൻ ഓൾറെഡി എല്ലാ റിവിഷൻ നോട്ടുകളും ചുരുക്കി കൊടുത്തിട്ടുള്ളതാണ്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം റിവൈൻ ചെയ്യുവാൻ വേണ്ടി മാത്രം ഇത്തരം നോട്ടുകൾ യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ കോസ്റ്റ് കൺട്രോൾ. Process of identifying and preventing waste within the existing operational environment. Aims to search more economical way of completing operations. Helps increase overall productivity of an organization. അപ്പോൾ എന്താണ് കോസ്റ്റ് കൺട്രോൾ, അതിന്റെ എയിം എന്താണ്, അത് എന്തുകൊണ്ടുള്ള ഗുണം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, then decision making. Cost accounting provide a detailed cost information for planning, scheduling, controlling and decision making process. Enable management to make informed decisions based on cost operations. Then flexible budget എന്നാണ് എന്താണെന്നുള്ളതാണ്. Adjust variable cost in the budget based on actual level of activity achieved. Fixed costs remain unchanged within the relevant range of activity. Then അടുത്ത CVP analysis. ഫസ്റ്റ് സെമിസ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. CVP analysis എന്താണെന്നുള്ളത്, അതിന്റെ കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? Analyze the relationship between total cost, total revenue and total profit in relation to sales volume. Predict the effect of change in cost and sales volume on profit. Then guides decision making related to production process, expansion and pricing. Important tool for budgeting and profit planning. Then understanding the cost to volume profit relationship helps in planning and control of business operations. Provide insight into the effect of changes in sales volume on the businesses. Assist in budgeting, profit planning, pricing decisions, sales mix decisions, and cost structure decisions. Relies on accurate data and valid assumptions for reliable result. അപ്പം നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താ പറയുക, സെക്കൻഡ് ചാപ്റ്റർ, അതായത് സ്ട്രാറ്റജി കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ സെക്കൻഡ് ചാപ്റ്ററിൽ ആണ്. അപ്പോൾ അതിലെ ഏതാനും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്വിക്ക് റിവിഷൻ നോട്ട്സ് ആണ് ഇത്. ഈ നോട്ട്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നോട്ട്സ് വീഡിയോയുടെ താഴെ ലിങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, താങ്ക് യു.